എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എന്റെ ഡ്രിഫ്റ്റിങ്? ജോണി തന്നെ, ജോണി ഈ ലോസ് സാന്റോസിലെ ഏറ്റവും വലിയ റേസർ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എന്റെ ഡ്രിഫ്റ്റിങ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ ഓർക്കുന്നു. ഫോട്ടോ ഒക്കെ നന്നായിട്ട് എടുത്തു. നാളെ മുതൽ എനിക്ക് എല്ലാ ഫൈറ്റിലും ഇടാനുള്ളതാണ്. ഈ ജോണിയാണ് ഇവിടത്തെ മെയിൻ ജോണി. നമ്മള് വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. ഈ പാല് വാങ്ങാനായിട്ട് ഈ ഫ്രാങ്ക്ലിൻ ബൈ കറക്റ്റ് ആയിട്ട് ഈ ഹർത്താൽ ദിവസം തന്നെ നമ്മള് പുറത്ത് വിട്ടല്ലടാ. ഇവിടെ ഒന്നൊരു കട പോലും കാണാനില്ല. പിന്നെ പുതിയ വണ്ടി ആയതുകൊണ്ട് ഒരു മിനിറ്റ് ഏടെ എന്താ റോഡിൽ ഫുള്ള് വണ്ടികളൊക്കെ കിടക്കണം. എനിക്ക് തോന്നണത് ഇവിടെ എന്തോ റേസിംഗ് പോലത്തെ എന്തോ നടക്കുന്നുണ്ടോ? റേസിംഗ് ആണെങ്കിലും എന്താണെങ്കിലും ഇവന്മാരൊക്കെ എന്താ കാണിക്കണത്? ഈ റോഡിന്റെ നടുക്കെട്ടാണ് ഇവന്മാരെ കാണിക്കണത്. നീ ഇറങ്ങിയടാ തോറിമോനെ, നമുക്ക് പോയി ചോദിച്ചിട്ട് വരാം ഇത് എന്ത് പരിപാടി കാണിക്കണം. അപ്പൊ വേറെ ആർക്കും വണ്ടി ഓടിക്കണ്ടേ? ഷിൻജാനെ നമുക്ക് ചോദിക്കണ്ടടാ, അവരൊക്കെ വലിയ ആൾക്കാരാടാ, നല്ല പ്രായമുള്ള ആൾക്കാരാണ്. ഇനി നമ്മളെ വല്ലത് ചെയ്യും. നീ ഇങ്ങോട്ട് വന്നാടാ ഷിൻജാനെ. ഇല്ലടോ ഡോറിമോനെ, ഇത് ശരിയാവൂല. ഇത് ആരാണ്? ഇത് ഇയാളാണോ ഇവിടത്തെ മെയിൻ ആള്? എന്ത് പരിപാടിയാ കാണിക്കണത്? മെയിൻ റോഡിന്റെ നടുക്കൊന്നിട്ടാണ് ഇവർ ഈ തോന്നിയവസം കാണിക്കണത്. നീ എങ്ങോട്ടാണ് ഓടിയിട്ട് കാറിന്റെ അടുത്തോട്ട് പോണത്? എടാ നീ ഇങ്ങോട്ട് വാടാ ചീള് ചക്ക. നീ ഏതാടാ ചീള് ചക്ക? ചേട്ടാ നിങ്ങൾ എന്ത് പരിപാടിയായിട്ടായി കാണിക്കണത്? ഞങ്ങൾക്കൊക്കെ പുറത്തു പോകണ്ടേ? നിങ്ങൾ ഈ റോഡിന്റെ നടുക്ക് വന്നിട്ട് ഇങ്ങനെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കി നാട്ടുകാർക്ക് ആർക്കും പോവണ്ടേ ചേട്ടാ? എടാ ചീള് ചക്ക, നീ ഏതാടാ? നീ ഈ ജോണിയുടെ അടുത്താണോടാ നീ പറയുന്നത്? ചേട്ടാ ഏത് ജോണി ആണെങ്കിലും വണ്ടി എടുത്ത് മാറ്റണം. ഞങ്ങൾക്കൊക്കെ പോണം. വണ്ടി എടുത്ത് മാറ്റിക്കോ ചേട്ടാ, പെട്ടെന്ന് മാറ്റിക്കോ. ഒന്നും പറയണ്ട ചേട്ടാ. വണ്ടി എന്തായാലും ഞാൻ മാറ്റാൻ പോള. വേണമെങ്കിൽ നിന്നെ കിടത്തി ഞാൻ പൊക്കി എറിയും. കൂടുതൽ ഷോ കാണിച്ച് ഞാൻ കേട്ടല്ലോടാ. പിള്ളേരാണെന്ന് നോക്കൂല, എടുത്ത് ഞാൻ കാട്ടിലെറിയും. എല്ലാവരും കേട്ടില്ലടാ, ഇവന്മാർക്ക് നമ്മുടെ വണ്ടി എടുത്ത് മാറ്റണമെന്ന്. ഈ രണ്ട് ചെറിയ പീക്കിരികൾ വന്നേക്കണം നമ്മുടെ അടുത്ത് കളിക്കാനായിട്ട്. ചേട്ടാ മര്യാദക്ക് വണ്ടി എടുത്ത് മാറ്റിക്കോ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും പോലീസിനെ വിളിക്കും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിംഗ് ആണ് ചേട്ടാ ഷിൻജാന്റെ പറഞ്ഞത്. ചെക്ക നീ ഏതാടാ എന്നെ വാങ്ങിച്ചാനായിട്ട്? നിന്റെ പണിയെ ഇപ്പൊ തീർത്തരാ. ബേസ്ബോൾ ബാറ്റ് ഇവിടെ ഇവന്റെ തലയിൽ ഞാൻ അടിച്ച് പൊളിക്കും. ഇവന്റെ വലിയ വായിലെ വാർത്താൻ ഇങ്ങോട്ട് വാട ബാറ്റ്. നിന്റെ പണി ഞാൻ തീർക്കൂടെ ചെക്ക. എടാ ഷിൻജാനെ, ഞാൻ അപ്പളേ പറഞ്ഞല്ലേടാ ഒന്നും വേണ്ടെന്ന്. അയാള് ബാറ്റൊക്കെ ഇട്ട് നമ്മളെ തല്ലാൻ വന്നടാ. വാടാ ഷിൻജാനെ, ഓടിക്കളയാ. നീ അവിടെ നിക്കണ ഡോറിമോനെ, ഇയാളെ നമ്മൾ എന്താ ചെയ്യണെന്ന് നോക്കട്ടെ. അല്ല പിന്നെ ഇത് ഭയങ്കര അലമ്പാണ് കാണിക്കണത്. അതേടാ അലമ്പാടാ കാണിക്കണത്. ഞാൻ അലമ്പിന് ഗോൾഡ് മെഡൽ കിട്ടിയവനാണ്. അതാ നോക്കടാ. പിള്ളേരെ വാ വാ വാ, ഇവന്മാരുടെ പണി നമുക്കിപ്പൊ തന്നെ തീർത്ത് കളയടാ. ചെക്ക ചാവണ്ടെങ്കിൽ വീട്ടിൽ പൊക്കോടാ. നിങ്ങള് മാറിയുന്ന ഇവന്മാരുടെ കാര്യം ഞാൻ ചേട്ടാ നിങ്ങൾ എന്തിനായിട്ടാ ഞങ്ങളെ തല്ലിയത്? ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, വണ്ടി മാറ്റാനല്ലേ പറഞ്ഞത്. ഈ കിട്ടിയത് നിനക്കൊക്കെ കുറച്ച് കുറഞ്ഞു പോയെന്നാ. ഇനി നിനക്കൊക്കെ എന്താ ചെയ്യാൻ പോണ കണ്ടോടാ. നിന്റെയൊക്കെ പാട്ട വണ്ടി, ഈ വണ്ടി ഞാൻ നിന്റെയൊക്കെ മുമ്പിട്ട് കത്തിക്കാൻ വേണ്ടി പോവാടാ. നീ കണ്ടോ? ഈ ജോണിയുടെ അടുത്താണോടാ നീയൊക്കെ കളിച്ചത് ചെക്കന്മാരെ? ചേട്ടാ വേണ്ട ചേട്ടാ, വണ്ടി കത്തിക്കലേട്ടാ. എന്റെ ഫ്രാങ്ക്ലിൻ ബൈ എനിക്ക് ഗിഫ്റ്റ് തന്ന പുതിയ വണ്ടി ചേട്ടാ, കത്തിക്കലേട്ടാ പ്ലീസ് ചേട്ടാ. ജോണിനെ ആർക്കും ഒന്നും തടയാൻ പറ്റില്ല. ജോണി ഈസ് വെരി 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 നോട്ടി. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചാൽ ഞാനത് ചെയ്തിരിക്കോടാ. നമ്മുടെ വണ്ടി കത്തിക്കണ്ട. എന്റെ ഫ്രാങ്ക്ലിൻ ബൈ ഗിഫ്റ്റ് ആണ് എന്റെ വണ്ടി പുള്ളി കത്തിക്കണം. ജോണി ചേട്ടാ സോറി. ജോണി ചേട്ടാ ഒന്നും ചെയ്യല്ലേ. എന്റെ ഫ്രാങ്ക്ലിൻ ബൈയോട് ഞാൻ എന്ത് പറയും? പ്ലീസ് കത്തിക്കല്ലേ. സോറിടാ സോറി. നിന്റെ വണ്ടി നിന്റെ മുമ്പിൽ കിടന്ന് കത്താൻ പോണതാ. നോക്കിക്കോടാ. ഡോറിമോൻ ഇറങ്ങി ഓടിക്കോടാ. നമുക്ക് ഇനി ഇവിടെ നിക്കണ്ട. നമ്മുടെ വണ്ടികള് കത്തിക്കണം. എന്റെ ഫ്രാങ്ക്ലിൻ ബൈയായിട്ട് ഞാൻ വരുവടാ. നിന്നെ ഞാൻ തീർക്കോടാ. ജോണി ഓടണ ഡോറിമോനെ, വേഗം ഓടിക്കോ. പിള്ളേരെ കണ്ടോ എല്ലാവരും? ഇതാണ് ജോണിനോട് കളിച്ചാലുള്ള അവരുടെ എല്ലാവരുടെയും വിധി. കണ്ടല്ലോ, കത്തിച്ച് കളഞ്ഞ പൊട്ടിത്തെറിച്ച്. 1 hour later. ചേട്ടാ ഈ ഷിൻജാനും ഡോറിമോൻ എത്ര നേരം ഇവന്മാര് പോയിട്ട് വരേണ്ട സമയമായി. ഇവന്മാര് പാല് മേടിക്കാൻ തന്നെയാണോ പോയത്? പുതിയ വണ്ടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തോണ്ട് ഇനി അതൊക്കെ ഇട്ട് കറങ്ങി നടക്കണിരിക്കും പിള്ളേർ. എന്നാലും വരേണ്ട സമയമായല്ലോ. ഡോറിമോനെ ഓടി വാടാ. നമ്മുടെ
വണ്ടി കത്തിച്ച് ഫ്രാങ്ക്ലിൻ ബായ് എവിടെ ഉണ്ടെന്ന് കാണാനുള്ള ഫ്രാങ്ക്ലിൻ ബായിനെ താഴേക്ക് പോയി നോക്കാം. വാട എന്റെ കൂടെ ഡോറിമോനെ. ഇതെങ്ങനെ നമ്മുടെ ഫ്രാങ്ക്ലിൻ ബായുടെ അടുത്ത് പറയൂടാ? ഫ്രാങ്ക്ലിൻ ബായ് അറിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും വഴക്ക് പറയൂടാ. ഫ്രാങ്ക്ലിൻ ബായ് എവിടെ? ഫ്രാങ്ക്ലിൻ ബായ് നിങ്ങൾ ഒരു ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടൂലല്ലോ. ഫ്രാങ്ക്ലിൻ ബായ് എവിടെയാണ്? ഫ്രാങ്ക്ലിൻ ബായ് പാല് മേടിക്കാൻ പോയാൽ ഞങ്ങൾക്കൊരു പണി കിട്ടി. ഫ്രാങ്ക്ലിൻ ബായ് ഇവിടെ നിൽക്കണടാ. ഫ്രാങ്ക്ലിൻ ബായ് നീയൊക്കെ പാല് പിടിക്കാൻ വേണ്ടി പോയതല്ലേ? എന്താ പറ്റിയ ഫ്രാങ്ക്ലിൻ ബായ് ഒരു കാര്യം പറഞ്ഞ ഫ്രാങ്ക്ലിൻ ബായിന്റെ വഴക്ക് പറയോ? ഫ്രാങ്ക്ലിൻ ബായ് നിന്നെ എന്തിനാ വഴക്കുറ? നീ കുരുത്തകളിൽ നീ കാര്യം പറ. ഫ്രാങ്ക്ലിൻ ബായ് ഞങ്ങളിപ്പോ പാല് മേടിച്ച് വന്നൊഴിക്ക് ഞങ്ങള് വഴിയിൽ കുറെ പേര് തടഞ്ഞു നിർത്തിയിട്ട് ഞങ്ങളുടെ വണ്ടി കത്തിച്ചളഞ്ഞ്. ഫ്രാങ്ക്ലിൻ ബായ് മേടിച്ചതിന്റെ പുതിയ ബൈക്കാണ് ഫ്രാങ്ക്ലിൻ ബായ് ആ പുള്ളി കത്തിച്ചളഞ്ഞത്. എന്താണ് സുജാനി പറഞ്ഞ? വണ്ടി കത്തിച്ചെന്നാ? അത് ഞാൻ മേടിച്ചെന്നത് ഏതവനാണത്? ആരാന്നറിയില്ല ഫ്രാങ്ക്ലിൻ ബായ്. അയാളെ റോഡിൽ തന്നെ നിപ്പുണ്ട്. ജോണി എന്നാണ്ടോ അയാളുടെ പേര്. അയാള് വണ്ടി ഞങ്ങളെ മുമ്പിൽ വെച്ചാണ് ഫ്രാങ്ക്ലിൻ ബായ് കത്തിച്ചളഞ്ഞത്. ജോണിയാ? ഏതവനാണോ അവൻ? എന്റെ പിള്ളേരുടെ വണ്ടി കത്തിച്ചവൻ. അത് ചോദിച്ചിരുന്ന കാര്യം വന്നട സുജാനെ. കത്തിക്കുക മാത്രല്ല ഫ്രാങ്ക്ലിൻ ബായ് ഞങ്ങളെ നല്ല തല്ല് ഫ്രാങ്ക്ലിൻ ബായ്. നിങ്ങളെ തല്ലും ചെയ്തവൻ. ഇന്ന് അവന്റെ കാര്യം തീരും. എന്റെ പിള്ളേരെ തൊട്ട് കഴിഞ്ഞോണ്ടല്ലോ അവന്റെ കൈയും കാലും ഞാൻ തല്ലി ഒടിക്കും. വന്നട ചിഞ്ചാനെ ഡോറിമോനെ വാട് രണ്ടുപേരും. ഇന്ന് അവന്റെ വിധിയാണ്. എന്റെ പിള്ളേരെ തൊടാൻ അവന് ആരുടെ ധൈര്യം കൊടുത്തത്? അവന്റെ കാര്യം ഞാൻ തീർക്കുന്നു. വാടെന്റെ പുറകെ. ഫ്രാങ്ക്ലിൻ ബായ് സൂക്ഷിക്കണം. അയാള് ഭയങ്കര സാധനമാണ് ഫ്രാങ്ക്ലിൻ ബായ്. നമുക്ക് മുട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഫ്രാങ്ക്ലിൻ ബായ്. നീ ഒന്നും സംസാരിക്കരുത്. എന്റെ കൂടെ വന്നാ മതി. ഷിൻജാനെ ഡോറിമോനെ രണ്ടുപേരും വന്ന് വണ്ടി കയറിക്കേ. ഇന്ന് അവന്റെ കാര്യം ഞാൻ തീരുമാനിക്കും. എന്റെ പിള്ളേരെ തൊട്ട് കഴിഞ്ഞ എന്റെ സ്വഭാവം എനിക്ക് കലി കിടക്കും. വണ്ടി കയറണം കേട്ടോ. ഇന്നത്തെ പിള്ളേരുടെ വണ്ടി കത്തിച്ചാണ് ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? ജോണി മോനെ, നീ എപ്പോഴും പൊളിയല്ലടാ. നിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞൂടെ? നീ ആളൊരു കില്ലാടി അല്ലടാ ജോണി. അതെന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം നിന്ന്. അതൊക്കെ പോട്ടെ, എന്റെ വണ്ടി ഒന്നും കൂടെ അപ്ഗ്രേഡ് ചെയ്യണം. കുറച്ചുകൂടെ പവർ കൂട്ടണം വണ്ടിക്ക്. ഇപ്പൊ ഇത്തിനോട് പവർ കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ. അടുത്തൊരു റേസിംഗ് സമയത്ത് ഇനി ഒരുത്തനും എന്നെ പിടിക്കാൻ പോലും പറ്റരുത് ഈ ലോസ് ആൻഡോസില്. ഇവന്മാരാണ് ഷിൻജാനെ നിങ്ങളുടെ വണ്ടി കത്തിച്ചിട്ട് നിങ്ങളെ തല്ലി വീട്ടിൽ വിട്ടത്. അതെ ഫ്രാങ്ക്ലിൻ ഭായ്, അതെ നിക്കണവല്ലേ ജോണി എന്ന് പറഞ്ഞവൻ. അവനാണ് ഫ്രാങ്ക്ലിൻ ഭായ് ഞങ്ങളെ തല്ലി ഞങ്ങളുടെ വണ്ടി കത്തിച്ചത്. എനിക്കത് മാത്രം കേട്ടാ മതി. ഇതേ ഇപ്പൊ കണ്ടോ അവന്റെ കാര്യം ഞാൻ തീരുമാനമാക്കി തരാം. നീയാണോടാ ജോണി? ആണെങ്കി നീ എന്നെ എന്താ അങ്ങോട്ട് മൂക്കി കയറ്റുമോ? മൂക്കിലൊന്നും കേട്ടില്ല. പക്ഷെ നിന്നെ എന്താ ഇവിടെ ഇട്ട് തല്ലാൻ പോവാണ്. കാര്യം എന്താന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. നീ എന്റെ പിള്ളേരെ തല്ലി. പിന്നെ ജോണി, നീയാണെങ്കിൽ എന്റെ പിള്ളേർക്ക് ഞാൻ മേടിച്ചു കൊടുത്ത അവരുടെ പുതിയ ബൈക്ക് നീ കത്തിച്ച്. ഇത് രണ്ടും ഞാൻ നിന്നോട് ക്ഷമിക്കണടാ. എടാ നീ എന്താടാ പറയണത്? എനിക്ക് നിന്റെ പേര് പോലും അറിയില്ല. ഈ ജോണിയെ തല്ലിയിട്ട് നീ ഇവിടെ നിന്ന് പോവോ? എന്തെന്നൊക്കെയാടാ നീ പറയണത് ചെക്ക? നിങ്ങൾ ഇങ്ങനെ തല്ല് പിടിക്കണ കാര്യമൊന്നും പറയല്ലേ. എടാ ചെക്ക, നീ ഏതാടാ? ഈ ജോണി എന്ന് പറഞ്ഞ എന്റെ ചങ്കാണ്. നീ എന്റെ ബോഡി കണ്ട ഇടിച്ച് ഞാൻ പൊളിച്ചളയും. അവന്റെ മേത്ത് നീ തൊട്ട് കഴിഞ്ഞാണ്ട് നീ ഇടിക്കണ കാര്യം വിട്ടേക്ക് മോനെ. നമുക്ക് അതിന് പകരം ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ തമ്മിൽ റേസിംഗ് വെക്ക്. അങ്ങനെ റേസിംഗ് വെച്ചിട്ട് ജയിക്കണവൻ അവന്റെ വണ്ടി കൊണ്ടുപോക്കുന്നേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കത്തിക്കുക, പൊട്ടിക്കുക, എന്തെങ്കിലും കാണിക്കേ. റേസിംഗ് വെക്കാനോ? എന്നാ ഞാൻ റെഡി. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എന്നിട്ട് ഇവന്റെ വണ്ടിയും കൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോവും. നിങ്ങൾ കണ്ടോ അങ്ങനെയാണെങ്കിൽ? എന്നിട്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോണെന്നുള്ളത് കാണിച്ചു തരാം. തോപ്പിച്ചിരിക്കോളാം ഞാൻ. റേസിംഗിന് ഞാൻ റെഡി. ജോണി ഈസ് ഓൾവേസ് റെഡി. അപ്പൊ നമുക്ക് തുടങ്ങിയല്ലോടെ മോനെ. അപ്പുറത്തുനിന്നാണ് റേസിംഗ് സ്റ്റാർട്ട് ആവാൻ പോണത്. ഞങ്ങളൊക്കെ ഇവിടെ തന്നെ നിൽക്കും. തോക്കണവൻ ഇവിടെ തന്നെ വന്നം, ജയിക്കണവനും ഇവിടെ തന്നെ വന്നം. എനിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കാൻ പോലുമില്ല. ഞാൻ എന്റെ വണ്ടി എടുക്കണാണ്. വാടാ ഷിൻജാൻ, നിങ്ങൾ ഇറങ്ങി താഴെ നിൽക്ക്. ഞാൻ പോയി ഈ റേസ് ജയിച്ചിട്ട് ഇപ്പൊ തന്നെ വരടാ. ഞാൻ റെഡി. As I said before, Johnny is always ready. ഇന്നാ കണ്ടോടെ എന്റെ വണ്ടിയുടെ സ്പീറ്റിങ്. So guys, let's start the race. Hey guys, ഞാനാണ് നിങ്ങളുടെ റേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആള്. എല്ലാരും റെഡി അല്ലേ? Johnny is
is always ready. ഞാനും റെഡി, വാ തുടങ്ങിക്കളയാം. ഞാൻ പറഞ്ഞോടാ, ജോണിയാണ് എപ്പോഴും വിന്നർ. ജോണി ജോണി എവിടെയാണ് അവൻ പൊട്ടൻ ചെട്ടൻ? ഞാൻ ഇത്ര നേരത്തെ എത്തിയിട്ട് പോലും അവൻ എത്തിയിട്ടും കൂടില്ല. അതാ നോക്ക്, അവനാണ് എന്നെ വെല്ലുവിളിക്കാൻ വേണ്ടി വന്നേക്കണത്. ഇനി എന്തായാലും അവന്റെ കാറ് എനിക്ക് സ്വന്തം. ഇനി ആ കാറ് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ജോണി ജോണി ഓൾവേസ്. ഫ്രാങ്ക്ലിൻ ഭായ്, ഞാൻ അപ്പളെ പറഞ്ഞല്ലേ ഈ വണ്ടി വെച്ച് റേസ് ചെയ്യണ്ടെന്ന്. ഇയാളുടെ വണ്ടി കൊടുക്കത്തെ പവറാണ് ഫ്രാങ്ക്ലിൻ ഭായ്. എടാ ഷിൻജാനെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയടാ. അവൻ നമ്മുടെ വണ്ടി ഇപ്പൊ കൊണ്ട് പൊളിക്കാൻ കൊണ്ടുപോല. ദൈവമേ, അവൻ എന്താ ചെയ്യാൻ പോണെന്ന് എനിക്കറിയില്ല. ഓക്കെ എടാ ചെക്ക, അപ്പൊ നീ തോറ്റില്ലേ? ഇനി ഞങ്ങൾക്കല്ലേ ഈ വണ്ടി, എടുത്തോണ്ട് പൊക്കോട്ടടാ ഞങ്ങള്. ഈ ഫ്രാങ്കിന്റെ ഒറ്റ വാക്കുകള്, നിങ്ങൾ എന്റെ വണ്ടി കൊണ്ടുപോക്കോ. ഞാൻ എന്തായാലും തോറ്റതല്ലേ, ഇതിന് ഞാൻ എന്തായാലും പകരം വീട്ടും. എടാ നീ എന്ത് പകരം വീട്ടാൻ? അതിന്റെ ഷോ തീർന്നില്ല ഇത്ര നേരമായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം ഈ വണ്ടിക്ക് ഒട്ടും പവറില്ലാന്ന്. ഇതൊരു സാധാരണ വണ്ടിയാണെന്നുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ റേസിംഗിന് എന്നെ ഇപ്പൊ വിളിച്ചതും. എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ വരുവടാ, ഒരേപോലത്തെ വണ്ടി ഞാൻ പണിതിറക്കോടാ. ഫുള്ളി മോഡിഫൈ ചെയ്ത് നിന്റെ വണ്ടിനെ പൊട്ടിക്കാനായിട്ട് ഞാൻ 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരുവടാ. അന്ന് നമ്മൾ ഒന്നും കൂടി കാണുവടാ ജോണി. എടാ നിന്റെ ഡയലോഗ് നീ പേടിക്കണ്ട. നീ ഏത് വണ്ടിയായിട്ട് വേണമെങ്കിലും വാ, ഞാൻ ദാ ഇവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോഴത്തെ ഡീലിന് ഇതാ നിന്റെ വണ്ടി നിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ പൊട്ടിച്ച് തെറിപ്പിക്കാൻ വേണ്ടി പോവാടാ. അത് RPG വെച്ചിട്ടാടാ. റോക്കറ്റ് ലോഞ്ച് ചെയ്തത് നീ കണ്ടോ? നിന്റെ വണ്ടി ഫുള്ള് കത്തിച്ചാമ്പല. എടാ നീ ചതിക്കാൻ നോക്കണേ പിന്നെയും. എടാ നീയല്ലേ പറഞ്ഞത് വണ്ടി പൊട്ടിക്കൂല, നീ വണ്ടി കൊണ്ടുപോകുന്നു. എടാ നീ എന്താടാ കാണിക്കണത്? ഇതാണ് ചതി. ചതി ഈ ജോണിക്ക് എപ്പോഴും ചതിയിൽ ഭയങ്കര ഇഷ്ടമാ. എടാ നീയൊക്കെ കണ്ണ് ചിമ്മാതെ തുറന്നു പിടിച്ച് നോക്കിക്കോ, നിന്റെ വണ്ടി പൊട്ടിത്തെറിക്കണത്. എന്നാ പേടിച്ചോടാ. ഫ്രാങ്ക്ലിൻ ഭായ്, നമ്മുടെ വണ്ടി പൊട്ടിച്ച് കളഞ്ഞല്ലോടാ നീ ദുഷ്ട ജോണി. എന്റെ വണ്ടി. ജോണിയുടെ ഓരോ എന്റർടൈൻമെന്റിലൂടെ ഇതൊക്കെ. നീ കരയണം. കരഞ്ഞ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നോടാ. നീ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരുന്നോ? ജോണിയുടെ എന്റർടൈൻമെന്റ് കഴിഞ്ഞിരിക്കണു. ഞാൻ എന്റെ വീട്ടിൽ പോവാടാ. ഇനി നമുക്ക് അടുത്ത റേസിംഗിന് കാണാടാ. പൊട്ടച്ചക്ക ബൈ. നിങ്ങളെല്ലാരും കൂടെ ഞങ്ങളെ ചതിച്ചത് അതെനിക്ക് മനസ്സിലായി. പക്ഷെ ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ അടുത്ത്. ഞാൻ എന്തായാലും പോകും. ഞാൻ പറഞ്ഞതുപോലെ കറക്റ്റ് 2 ദിവസം കഴിയുമ്പോ ഞാനൊരു പുതിയ വണ്ടിയായിട്ട് വരും. ആ വണ്ടി നിങ്ങൾക്ക് ആർക്കും തടയാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഞാൻ മോഡിഫൈ ചെയ്തുകൊണ്ട് വരാൻ വേണ്ടി പോണത്. അപ്പോ നമുക്ക് ആ സമയത്ത് കാണാം. അന്ന് നിങ്ങളുടെ ഈ കിടക്കണ എല്ലാ വണ്ടികളും ഞാൻ കത്തിക്കും. എന്റെ ഈ കത്തിച്ചിട്ടേക്കണ വണ്ടിക്ക് പകരമായിട്ട് ഞാനത് ചെയ്തിരിക്കും. നമുക്ക് കാണാടാ. ഫ്രാങ്ക്ലിൻ ഭായ്, സങ്കടപ്പെടല്ലേ ഫ്രാങ്ക്ലിൻ ഭായ്. ഷിൻജാനെ, ഡോറിമോനെ വാടാ, നമുക്ക് പോവാ. ഇപ്പൊ നമുക്കൊരു ടാക്സി വിളിച്ചിട്ട് നേരെ നമ്മുടെ മൈക്കിളിന്റെ അടുത്തേക്ക് പോവാടാ ഷിൻജാനെ. ഷിൻജാനെ, ഡോറിമോനെ വാടാ. ഫ്രാങ്ക്ലിൻ ഭായ്, എന്താണ് ഫ്രാങ്ക്ലിൻ ഭായിയുടെ പ്ലാൻ? എടാ നമ്മുടെ കയ്യിൽ ഇപ്പൊ പ്രത്യേകിച്ച് പൈസ ഒന്നും ഇല്ലാത്ത സിറ്റുവേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നമുക്കൊരു പുതിയ വണ്ടി തരാനായിട്ട് നമ്മുടെ മൈക്കിളിന് മാത്രമേ പറ്റുള്ളൂ. മൈക്കിൾ നമ്മൾ എന്തായാലും സഹായിക്കും. ആ മൈക്കിളെ, നീ പറഞ്ഞപ്പോ സത്യമാണോടാ? കാറൊക്കെ അവന്മാര് പൊട്ടിച്ചു കളഞ്ഞോടാ. മൊത്തം പൊട്ടിച്ച് കളഞ്ഞു മൈക്കിളെ. ഇനി നമുക്ക് അതിനെപ്പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി നമുക്ക് ആകെ ചെയ്യാൻ പറ്റണെന്ന് വെച്ച് കഴിഞ്ഞാ അവന്മാരോട് പ്രതികാരം വീട്ടണം. എടാ ഫ്രാങ്ക്ലിന്, നിന്റെ കാറ് കത്തിച്ച അവന്മാർക്കിട്ട് പ്രതികാരം വിട്ടാ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. നീ പറ, ഞാൻ നിന്നെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? എനിക്ക് ഏറ്റവും പവർ കൂടിയ നല്ലൊരു മോഡിഫൈഡ് കാർ വേണം. ഫ്രാങ്ക്ലിന്, ഇതാണ് ഈ ഒരു കാര്യം. നിനക്കൊരു കാറ് മതിയാ? നിനക്കുള്ള കിണ്ണം കച്ച സാധനം എന്റെ അടുത്തുണ്ട്. നീ ഇങ്ങോട്ട് വന്നേടാ. നീ ഇപ്പൊ തന്നെ പോയിട്ട് അവന്മാരുടെ അടുത്ത് പ്രതികാരം വീട്ടണം. നീ വന്നേടാ എന്റെ ഫ്രാങ്ക്ലിന്. നിനക്ക് വേണ്ടി ഞാൻ ഈ വെച്ചേക്കണ ഏതാന്ന് നോക്കണം മോനെ.
നിനക്ക് ഇഷ്ടപ്പെട്ടോടാ ഫ്രാങ്ക്ലിന്? GTR ആണ് ഇത്, GTR. മൈക്കിളെ ഇത് മതി. ഇതാണ് ഞങ്ങൾക്ക് വേണ്ടതും. അവന്മാരെ ഇന്ന് തോപ്പിച്ചിട്ട് അവന്റെ വണ്ടി എനിക്ക് കത്തിക്കാനുള്ളതാണ്. അതിനുവേണ്ടി ഈ കാർ എന്നെ ഉറപ്പായിട്ട് സഹായിക്കും. ഫ്രാങ്ക്ലിൻ എന്നാ പിന്നെ വേഗം ചെല്ലാൻ നോക്കണം. കണക്കുകളൊന്നും വെച്ചോണ്ടിരിക്കാൻ പാടില്ല. വേഗം പോയി തീർക്കടാ. ഫ്രാങ്ക്ലിൻ ബൈ ഇപ്പൊ തന്നെ നമുക്ക് പോവാം. അവന്മാർ അവിടെ തന്നെ നിൽപ്പുണ്ടാവും. മൈക്കിളെ അപ്പൊ വണ്ടി എന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ എന്തായാലും പോയി ഈ റിവെഞ്ച് തീർത്തിട്ട് വേഗം വരാം. ഷിൻജാനെ ഡോറിമോനെ രണ്ടുപേരും കേറിക്കോ. നമുക്ക് പോവാനാ. എടാ ജോണി, ഞങ്ങൾ നിനക്ക് വേണ്ടി വരുന്നടാ. 5 minutes later. ഇവൻ പിന്നെ വന്നാ. എടാ നിനക്ക് തോറ്റൊന്നും പോരടാ. ഇനി ഈ കാറും കൂടെ പൊളിക്കാനാണ് വന്നേക്കുന്നത്. പൊളിക്കാനാണോ പൊളിപ്പിക്കാനാണോ എന്നുള്ള കാര്യം ഞാൻ തന്നെ ഇപ്പൊ കാണിച്ചു തരാടാ. നീ പെട്ടെന്ന് മര്യാദക്ക് റേസിന് വാടാ. ഓ ഇവന്റെ കാര്യം ഭയങ്കര തമാശയാണ് കേട്ടോ. എടാ നിന്റെ കാര്യം തീർന്നടാ. ഈ കാറും എനിക്ക് സ്വന്തം. എന്നാ നീ വാടാ, നമുക്ക് റേസ് തുടങ്ങിക്കളയാം. ഫ്രാങ്ക്ലിൻ ബൈ കത്തിച്ച് വിട്ടോടാ. കഴിഞ്ഞ റേസ് ഞാൻ കണ്ടില്ല, ഈ റേസ് നീ കാണില്ല. അങ്ങനെ ഈ ഫ്രാങ്ക്ലിൻ ജയിച്ചടാ. എവിടെയാ നിന്റെയൊക്കെ ജോണി? എടാ പണിപ്പാളി, ജോണി തോറ്റട്ടാ. ഈ ജോണി ഇതുവരെ ഒന്നിനും തോറ്റിട്ടില്ല. ഇന്ന് ജോണി തോറ്റ് മാത്രമല്ല, ജോണിയുടെ വണ്ടി മൊത്തം ഇടിച്ച് നശിച്ചു പോയി. ഇത് ഞാൻ എങ്ങനെ സഹിക്കും? ഫ്രാങ്ക്ലിൻ ബൈ നമ്മൾ ജയിച്ച്. ജോണി കുട്ട കരയല്ലടാ. ഇതുവരെ എന്നെ ആരും തോപ്പിച്ചിട്ടില്ല. ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ജോണി കരയല്ലടാ. പറയണ കേക്ക്. കുഴപ്പമില്ല, പോട്ടെ. നീ ഒരു പ്രാവശ്യം ജയിച്ചതല്ലേ, പോട്ടെ. എന്തായാലും തോൽവി നീ സമ്മതിച്ചേ പറ്റുള്ളൂ ജോണി. ഇല്ല, എനിക്കത് സമ്മതിക്കാൻ പറ്റില്ല. എന്റെ വണ്ടി അവനിപ്പോ കൊണ്ടുപോകും പൊളിക്കാനായിട്ട്. ഇവൻ അവന്റെ വണ്ടി കുറെ പൊളിച്ചതല്ലേ, ഇനി അവനും പൊളിക്കണ്ടേ? കരഞ്ഞിട്ട് കാര്യമില്ല ജോണി. പറയണത് മനസ്സിലാക്ക്. തോൽവി സമ്മതിച്ചേ പറ്റുള്ളൂ. നീ ചെയ്തതുപോലെ അവൻ ചെയ്യും, എന്തായാലും ചെയ്യും. അതിനു വേണ്ടി മാത്രമാണ് അവൻ തിരിച്ചു വന്നേക്കുന്നത്. ജോണി എവിടെടാ നീ? ഞാൻ പറഞ്ഞതല്ലടാ ഞാൻ തിരിച്ചു വരും, നിന്നെ ഞാൻ തോപ്പിക്കുമെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കണടാ ജോണി? ഈ കരച്ചിൽ എനിക്ക് ഇപ്പൊ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടാ നിന്റെ. ഞാൻ ഒരുപാട് കരഞ്ഞപ്പോ നീ എന്നെ കുറെ കളിയാക്കി ചിരിച്ചതല്ലേ, നീ എന്റെ പിള്ളേരെ തല്ലിയതല്ലേ, നീ അവരുടെ വണ്ടി കത്തിച്ചതല്ലേ, നീ എന്റെ വണ്ടി കത്തിച്ചതല്ലേ. ഇതിനെല്ലാത്തിനും കൂടി നിനക്ക് കിട്ടിയ ശിക്ഷയാടാ ജോണി ഇത്. ഇനിയിപ്പോ നീ ഞങ്ങളോട് കാണിച്ചതുപോലെ അതേ ദ്രോഹം ഞാൻ ഇപ്പൊ നിങ്ങളോട് കാണിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വണ്ടിയാണ് ഞാനിപ്പോ മൊത്തത്തിൽ കത്തിച്ച് ചാമ്പലാക്കാൻ വേണ്ടി പോകുന്നത്. ഇതാണ് റിവെഞ്ച് ടൈം. എടാ ഞങ്ങളോട് ക്ഷമിക്കടാ പ്ലീസ്. ഞങ്ങൾ തെറ്റുപറ്റിപ്പോടാ. നിങ്ങൾക്ക് ആർക്കും ഇനി മാപ്പില്ലടാ. നിങ്ങൾ എല്ലാരും എന്നോട് പറഞ്ഞതുപോലെ തന്നെ കണ്ണ് ചിമ്മാതെ നോക്കി നിന്നോ. നിന്റെയൊക്കെ വണ്ടിക്ക് എന്താ സംഭവിക്കാൻ പോണേന്ന്. ജോണിയുടെ കാറ് കത്തിപ്പോയി. ഫ്രാങ്ക്ലിൻ ബൈ പകരം ചോദിച്ചടാ. അപ്പൊ ജോണി നമ്മുടെ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ വെച്ച് തീർന്നു. നീ എന്റെ വണ്ടി കത്തിച്ചു, ഞാൻ നിന്റെ വണ്ടി ഫുള്ള് കത്തിച്ചു. അപ്പൊ ഈ പ്രശ്നങ്ങൾ ഇവിടെ വെച്ച് തീരുവാണ്. ഇതിഞ്ഞ് മുമ്പോട്ട് കൊണ്ടുപോകാൻ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ വന്നാ മതി. എന്റെ വീടങ്ങ് വൈൻവുഡിലാണ്, വില്ല നമ്പർ 362. ഇനിയെങ്കിലും നീ അഹങ്കാരമില്ലാണ്ട് ജീവിക്കാൻ പഠിക്കു ജോണി. നിനക്ക് ഞാനൊരു ഫ്രീ ആയിട്ടൊരു ഉപദേശം തന്നതാ. അപ്പൊ ഞാൻ പോകുന്നടാ. ഷിൻജാനെ, ഡോറിമോനെ, മക്കളെ ഹാപ്പി അല്ലടാ? എപ്പോഴും ഹാപ്പിയാണ് ഫ്രാങ്ക്ലിൻ ബൈ.